അളിയ എന്തെങ്കിലും ചെയ്ത് ഈ കോംപ്ലിക്കേഷൻ വല്ലായാലോ വീണ്ടും ആശുപത്രി വല്ല അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നല്ല. അല്ല നമ്മൾ അതാണ് എന്ത് എന്ത് ബുക്ക് എടുക്കാൻ വന്നതാ കേട്ടോ കേട്ടോ എല്ലാം കേട്ടല്ല? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. കേട്ടില്ല? പിന്നെ വന്നതിന് ബുക്ക് എടുക്കാൻ അല്ല കാര്യങ്ങളൊക്കെ വന്നതല്ല. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കേട്ടോ. ഈ കാര്യമൊക്കെ എന്തിനാ മുത്തശ്ശിയെടുത്ത് പറയേണ്ട ആവശ്യം? അപ്പച്ചെടുത്ത് അഭിനയിക്കാൻ പറഞ്ഞാ പോരെ? ക്ഷീണം അഭിനയിക്കാൻ, കാലുവേദന കൈവേദന എന്നൊക്കെ അഭിനയിക്കാൻ പറ. ഓ മനസ്സിലായോ? കൊള്ളാല്ലേ അളിയാ? അളിയാ അത് കൊള്ളാല്ലേ? സംഭവം കൊള്ളാം. എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു? പറഞ്ഞോണ്ടാ പെണ്ണ നീ വലിയ കാര്യത്തിൽ ഇടപെടല്ലത് പറഞ്ഞോണ്ടാ ഉണ്ടോ? പോയാ അറിയാമ്പ അങ്ങനെ ചെയ്താലേ അറിയല്ലേ കൊച്ചിന് തല എനിക്ക് വേണ്ട. മുത്തശ്ശി പറഞ്ഞതേ അമ്മയ്ക്കും അമ്മയുടെ ഭാവിക്കും വേണ്ടിട്ടല്ലേ. അമ്മയുടെ ഭാവിയെ? അപ്പൊ നിന്റെ ആരും അല്ലേ ഇത്? ആണ്. ആ നീയും അമ്മയുടെ ഭാവയല്ലേ? അപ്പൊ കണ്ണഭാവയും കൂടെ അങ്ങ് കഴിച്ചാ മതി. അമ്മയുടെ കൊച്ചിനും കൂടെ നല്ല സ്ട്രോങ് ആകണ്ടേ? ഞങ്ങള് സ്ട്രോങ് ആയിക്കോളാം. ഇയാൾ കഴിക്കും. തീർന്നല്ലേ ഇത് അച്ഛമ്മ വാങ്ങിച്ചോണ്ട് വന്ന. കഴിച്ചാ പിടിച്ചോ മക്കൾ ഇത് കൊണ്ടുപോയി കഴിച്ചോ കേട്ടോ. അച്ഛൻ അമ്മയുടെ അടുത്ത് രഹസ്യം പറയട്ടെ. അപ്പൊ ഇത് അമ്മ കഴിക്കണ്ടേ? ഓഫ് ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പൊ മതി. അമ്മയ്ക്കുണ്ട് കയ്യിൽ അച്ഛൻ കൊടുത്തു. ഓക്കെ ടാറ്റാ. എടീ മുത്തച്ഛിയുടെ വന്ന എന്തിനാ നിനക്ക് അറിയാമോ? എന്തിന്? എന്റെ പ്രസവത്തിന് നോക്കിക്കൊണ്ടിരിക്കാനാ? അല്ല അതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിന്റെ പറഞ്ഞ എന്താണ് കാര്യങ്ങൾ? എനിക്കെങ്ങനെയാ പറ അങ്ങോട്ട് അറിയാമെങ്കിൽ. അത് തന്നെ നിന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാനാണ്. തല തുടയ്ക്കണം, തൂത്തു വാരണം, പറമ്പെല്ലാം തൂത്തു വാരണം, വൃത്തിയാക്കണം, വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ചേട്ടാ. അതാണ് ഞാൻ പറഞ്ഞോണ്ട് വരണത്. നമുക്കൊരു ഐഡിയ ഉണ്ട്. നീ മുത്തശ്ശി ചോദിക്കുമ്പോ ഭയങ്കര ദേഹവേദന, നടുവേദന, കൈയൊക്കെ ഭയങ്കര കഴപ്പ്, വയ്യ എന്നൊന്നും പറയണം. മനസ്സിലായോ? പറയൂ. അല്ലെങ്കിൽ പണി കിടന്ന് നട്ടാൽ റബ്ബറാവും. ഞാൻ പറയാം. എന്റെ ദൈവമേ ഈ പെണ്ണിനെ കൊണ്ട് ഇവിടെ കുമ്പടി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒന്നും ഞാൻ കേട്ടിട്ടില്ല. സത്യം അമ്മയാണ് സത്യം. വിശ്വസിച്ച് സത്യമായിട്ടും ഇത് മുത്തശ്ശി മാമന് തരാൻ പറഞ്ഞു. ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ ലിസ്റ്റ്. മട്ടൻ 2 കിലോ, തക്കാളി 1 കിലോ, സവാള. ഇതെന്താ ഇത് വേണേ? എനിക്ക് കഴിക്കാനായിരിക്കും. എനിക്ക് കഴിക്കാൻ 2 കിലോ മട്ടൻ എന്തിനാണ്? ഇവിടെ ഉള്ള മൊത്തം പേർക്ക് മട്ടൻ കറി നീ വെച്ചു കൊടുക്കണോന്ന്? ഒന്ന് പോയ ശിവേട്ട ഇവിടെ ഒരാൾക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട? അതങ്ങ് നടത്തിയേക്കണം. മനസ്സിലായോ? ഇതിവിടെ നിൽക്കായിരുന്ന പോയില്ലേ? പോണില്ലേ? മൊത്തം കേട്ടോളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒരു കാര്യം കാണിച്ചിരിക്കുന്നു. അയ്യോ നീ എവിടെ ശംഭു? ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടെ ഞാൻ രാവിലെ നിന്നെ നോക്കുക. നിന്നെ കാണുന്നില്ലായിരുന്നല്ലോ. അല്ല ഞാൻ അകത്തുണ്ടായിരുന്നു. നീ ഒന്ന് അല്ല ചിറ്റപ്പം ഒരു കാര്യം കാണിച്ചു. സത്യം നിന്നെ രാവിലെ തൊട്ട് ഞാൻ നോക്കുമായിരുന്നു. നീ അമ്മോനോട് പോയിരുന്നേ? ഞാൻ ഇവിടെ അകത്തുണ്ടായിരുന്നില്ലേ. ഫാൻ എന്ത് ഫാൻ ഇല്ലാതെ എങ്ങനെ കിടന്നുറങ്ങി റൂമിൽ? ഫാൻ ഇല്ലാതെ എങ്ങനെയും കിടന്നുറങ്ങും. നീ കൊതു എടുക്കത്തില്ലേ? അപ്പൊ ബെഡ്ഷീറ്റ് ഇട്ടാ മതി. ബെഡ്ഷീറ്റ് എനിക്ക് ചൂട് എടുക്കത്തില്ലേ? ജനൽ തുറന്നിട്ട് എല്ലാത്തിനും ഉത്തരവുണ്ട് നിന്റെ കയ്യില്. എല്ലാത്തിനും ചിറ്റപ്പ ഈ കാര്യങ്ങളൊക്കെ വിട്. ചിറ്റപ്പ വേറൊരു കാര്യം കാണിച്ചില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ല. നീ പറഞ്ഞിട്ടില്ലടാ പൂത എന്റെ റൂമിൽ നിന്ന് ഫാൻ എടുത്തോണ്ട് പോയത്. ചിറ്റപ്പ ഇത്രയും വിശാല മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശാല മനസ്സിന്റെ കാര്യം പറയാൻ ഇത് 10ാം ക്ലാസ് എനിക്ക് രമ്യ എഴുതുന്നുണ്ട് ഓട്ടോഗ്രാഫിനകത്ത്. വിശാല മനസ്സിലെ വിരോധം അറിയാണെങ്കിൽ എനിക്കും കുറെ കിട്ടിയിട്ടുണ്ട്. ചിറ്റപ്പം വാ. എന്തിന് എന്റെ റൂമിൽ നിന്ന് കട്ടിലെടുത്തോണ്ട് പോകാനോ? കട്ടിലെടുക്കാനൊന്നുമല്ല ചിറ്റപ്പൻ വന്നാ. ഞാൻ വരുന്നില്ല ശംഭു. നീ രൂപ കൂടാ ഇപ്പൊ വന്നു എന്നെ കട്ടി. എന്റെ ചിറ്റപ്പ ഒന്ന് വാ. ഞാൻ വരുന്നില്ല. നീ പുതിയ ഫാൻ വേണം.
ചിലപ്പോ ശംഭു അല്ലേ വിളിക്കുന്നത്, ചിലപ്പോ വന്നാണ്. വാ ആ, വാ. അല്ല നീ വിളിക്കുമ്പോ ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ വരുന്നില്ല. ഉഫ്, എന്റെ ചിറ്റപ്പ വാ, ഫാന്റെ കാര്യം നമുക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാം. കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറ. ഉഫ്, എന്റെ ചിറ്റപ്പ വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിന് ശേഷം ഫാന്റെ കാര്യം തീരുമാനിക്കാം. ഞാൻ വരാം, വാ. ഉഫ്, എന്റെ പൊന്നേ. സൂപ്പർ ആയിട്ടുണ്ട്. കുടി കുടി. ഇതെന്താടി? മട്ടൺ സൂപ്പ്. ഞങ്ങൾക്കില്ലേ? ആ, നിനക്കില്ല, എനിക്കും പിള്ളേർക്കും ഉണ്ട്. എനിക്കുണ്ട്. അല്ല ഇത് ഗർഭിണികൾക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? പിന്നെ അച്ഛമ്മ പറഞ്ഞു ഗർഭിണികൾക്ക് മട്ടൺ സൂപ്പ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാ പോലും. ആ, നീ ഇത് കഴിക്കുന്നതാണെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നല്ല രസമില്ല. രസമില്ല. എടാ സുമേ, ആ. നീ എന്നെ പറ്റി അവളോട് വല്ലതും പറഞ്ഞോ? അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛമ്മ. ചിലപ്പോ ഭൂതം അല്ല അളിയനായിരിക്കും. അളിയാ അളിയോ ഓ അങ്ങോട്ട് എന്താണ്? ആ, അച്ഛൻ വിളിക്കണം. അളിയൻ അച്ഛമ്മയെ പറ്റി ആരുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യോ, കള്ളം പച്ചക്കള്ളം. അച്ഛമ്മ എന്റെ അടുക്കെ പറഞ്ഞതാ, അച്ഛമ്മ എന്നെ കൊണ്ട് ഈ മൊത്തം പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അങ്ങനെയല്ല മുത്തച്ഛി, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ, ഡോക്ടർ പറഞ്ഞ അങ്ങനെ ഒരുപാട് പണിയൊന്നും എടുത്തുകൂടാന്ന് പൈങ്കിളിയെ. അയ്യോ, എന്റെ അച്ഛമ്മ ഇങ്ങനൊന്നും അല്ലാട്ടോ എന്നോട് പറഞ്ഞത്. അച്ഛമ്മക്കറിയോ എന്റെ അടുക്കെ പറയുവാ, അച്ഛമ്മ എന്നെ കൊണ്ട് ഇവിടെ മൊത്തം പാചകം ചെയ്യിപ്പിക്കൂ, ഇവിടെ മൊത്തം തൂത്തുവാരിക്കും, ഇടയ്ക്ക് കളിയാക്കാൻ വരണ്ട, അലക്കിപ്പിക്കും, അങ്ങനെ എല്ലാ ജോലിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിന് വേണ്ടിട്ട് അച്ഛമ്മ വന്നതെന്ന്. എന്നാലേ നീ പറഞ്ഞ പണിയൊക്കെ അവൻ ചെയ്യട്ടെ. ഞാനാ? ആ, മുത്തച്ഛി വല്ലളി ഉണ്ടായിരുന്നു. എനിക്ക് അവനും ചെയ്യും. ചിരിക്കുന്നേ ഒന്നുമില്ല. നീ ചിരിച്ചതല്ലേ, അതുകൊണ്ട് നീയും കൂടെ പോയി പണി ചെയ്യും. അത് അല്ല, എനിക്ക് അകത്തെ പണിയൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പുറത്തെ പണികൾ ചെയ്ത് ശീലിച്ചോണ്ടേ. എങ്കിലേ നീ പോയി പുറത്തെ പണി ചെയ്യും. ഫോൺ കൊണ്ടുപോയി പണി